നിങ്ങൾ ഈ ക്രോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ വന്നത് ഇടതുപക്ഷമുണ്ടാക്കിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിയിൽ നമ്മൾ ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. അങ്ങനെ ഒരു സംവിധാനമാണ് ഈ രാജ്യത്തുള്ളത്. അല്ലാതെ ഒരു സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ആ രീതിയിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് പോകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ എന്താണ് അതിൻ്റെ ഒരു പോംവഴി, എങ്ങനെ അതിൻ്റെ പരിക്കുകൾ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇതേ ഒരു ഗവൺമെൻറ്റിന് നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയാണെന്ന് UDF കൺവീനർ ചില കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ നടന്ന ചർച്ചകളായിരിക്കാം, അദ്ദേഹത്തിന് അതിനുള്ള കൺക്ലൂഷനായിരിക്കാം, അല്ലാതെ ഒരു ഫൈനൽ തീരുമാനം എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, അതിൽ സാധാരണഗതിയിൽ അതിൻ്റെ നിയമത്തിൽ പറയുന്നത് ഒരു ബ്ലോക്കിൽ 2 സ്കൂള്, ഒരു എലമെൻ്ററി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളുമാണ്. അപ്പോൾ കേരളത്തിൽ 152 ബ്ലോക്കുകളാണുള്ളത്. ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ 304 സ്കൂളുകൾ ഉണ്ടാവണം. പക്ഷേ ഇവർ തന്ന എല്ലാ കമ്മ്യൂണിക്കേഷനിലും പറയുന്നത് ഫ്രം ദി കേരള സ്റ്റേറ്റ് 265 സ്കൂളുകൾ തരണം എന്നാണ്, 265. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ഒരു ഫർദർ പ്രൊസീഡിങ്സിലേക്ക് പോകാത്തതുകൊണ്ട് അത് കണക്കിൽ തെറ്റിയതാണോ അതോ നിങ്ങൾ മൊത്തം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും കണക്ക് കൂട്ടിയിട്ട് സ്റ്റേറ്റിൻ്റെ വിഹിതമായിട്ട് എടുത്തതാണോ എന്നൊക്കെ രണ്ടാമതൊരു ചർച്ചയിൽ വന്നെങ്കിലല്ലേ ചോദിക്കേണ്ടുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ അതാണ് 265 സ്കൂളുകൾ സെലക്ട് ചെയ്യണം എന്നാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷനിലെല്ലാം കാണുന്നത്. ശരിക്ക് അന്ന് അതിൻ്റെ മേൽഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലോക്കിൽ 2 സ്കൂളാണെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കേരളത്തിൽ 152 ബ്ലോക്കുണ്ട്. അപ്പോൾ അത് പ്രകാരം 152 × 2 304 വരണം. ആയിട്ടില്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു ഡിസ്ക്രിപ്പൻസി പോലും ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല, അതൊന്നും എവിടെ എത്തിയിട്ടില്ല. ഉപസമിതി ചർച്ച ചെയ്യാണ്. ഞങ്ങളതിൻ്റെ ഈ ഒരു ഇടതുപക്ഷമുണ്ടാക്കിയ പ്രതിസന്ധിയിൽ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളത് വൈകാതെ ഉപസമിതി പറയും. ഗവൺമെൻറ് തീരുമാനിച്ച് അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് UDF ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച ഉണ്ടാവും. UDF നടന്ന ചർച്ചകളുടെ വെളിച്ചത്തിലുള്ള ഒരു നിർദ്ദേശവും അഭിപ്രായമൊക്കെയാണ് കൺവീനർ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ പലതവണ വിശദീകരിച്ചാണ്. അവർ ഒപ്പിട്ടത് പിൻവലിക്കാൻ വേണ്ടി ഒപ്പിട്ടല്ലോ. ഒപ്പിടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് ഈ പദ്ധതി നടപ്പാക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയിട്ടുണ്ട്. അതിൻ്റെയും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നല്ലതാണ് എന്ന് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിമാർ അതിനുവേണ്ടി നിയോഗിച്ച കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ 1 by 1 ആയി അസംബ്ലിയിൽ അടിയന്തര പ്രമേയം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്നതൊന്നും ഒക്കെ വെറും ബാലിശമാണ്. ഇത് എന്നാൽ പിന്നെ ഒഴിവാക്കാനാണെങ്കിൽ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും പിന്നെ ഇരുട്ടിൽ നിർത്തിയിട്ട് എന്തിനാ പോയിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ പോയി ഒപ്പിട്ടത്? പിന്നെ എങ്ങനെയാണ് ഇത് പിന്നെ നിർത്തിവെക്കാൻ പറഞ്ഞു അല്ലല്ലോ, നീട്ടിവെക്കാനേ പറഞ്ഞിട്ടുള്ളൂ. തൽക്കാലം നീട്ടിവെക്കുക, ക്യാബിനറ്റ് അടുത്ത വിവരം അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ക്യാബിനറ്റ് സമിതി ഒരിക്കൽ പോലും ചേർന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് ഈ കണ്ട പ്രതിസന്ധികളെല്ലാം. ഞങ്ങൾ ആ പ്രതിസന്ധിയിൽ നമ്മുടെ നാടിൻ്റെ മതേതര സംസ്കൃതിക്കും നമ്മുടെ മതേതര വിദ്യാഭ്യാസത്തിനും തകർച്ച പറ്റാതെ എങ്ങനെ ഈ ഒരു പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെ ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ ചോദിച്ച പോലെ വെറും വൈകാരികമായിട്ടും പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെയും നിങ്ങളുടെ ചർച്ചകളുടെയൊക്കെ സെൻസേഷന് വേണ്ടി നമുക്കതിന് നിന്നു തരാൻ കഴിയില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 2 ഭാഗവും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കേരള ജനത നൽകിയ ഒരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പിന്നെ കേരളത്തിന് അവകാശപ്പെട്ട പണമാണ് SSKയിലൂടെ കിട്ടേണ്ടത്. അത് എല്ലാ സ്റ്റേറ്റുകൾക്കുമുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോഴും ഇതന്നെ പറഞ്ഞത്, നിങ്ങൾ PM ശ്രീയെയും SSKയെയും കൂട്ടിക്കുഴക്കരുത്. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകണം. അത് നമ്മുടെ പല പദ്ധതികളെയും ബാധിക്കും.
അപ്പോൾ അതാണ്, അതൊക്കെ ഇതിൻ്റെ മറ്റു വശങ്ങളാണ്. അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ SSK ഫണ്ട് വാങ്ങിയത് അത് PMC പെട്ടതല്ല എന്ന് മിനിസ്റ്റർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഫണ്ട് വാങ്ങിപ്പോയി, അതുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ മിനിസ്റ്ററിന് മുമ്പ് പറഞ്ഞിരുന്നു SSK ഫണ്ട് വേറെ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. അല്ല, ഈ ഫണ്ട് കിട്ടിയത്, തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടിയത് PM ശ്രീ ഒപ്പിട്ടത് കൊണ്ടാണ്. ഇനിയും അതിൽ 1500ഓളം കോടി കിട്ടാനുണ്ട്. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊക്കെ എല്ലാ നാട്ടുകാർക്കും അറിയാം. ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ, ഏതെങ്കിലും ഒരു പ്രയോഗത്തിൻ്റെ പേരിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കേരള ജനതയ്ക്ക് ഇത് മനസ്സിലാകും. ഞങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കേരള ജനതയുടെ മുമ്പിലുണ്ട്. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയും ഒരു സ്കീമിൻ്റെ പേരിലും കേരളത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരില്ല. അല്ല, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും ബോധ്യപ്പെടുത്തുന്നതിൽ പ്രയാസമില്ല. കാരണം ഞങ്ങളായിട്ട് തുടങ്ങിയതോ ഞങ്ങളായിട്ട് കൊണ്ടുവന്നതോ ഒന്നുമല്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കേണ്ടി വരുന്നത്.